പടത്തും ദൈവത്തിന്റെ ഇഷ്ടം. പിന്നെ മോന് ജാതി മതമില്ല, എല്ലാവരും ഒരേ പ്രകാരം. കയ്യോ ഒട്ടക്കയ്യോ കുട്ടി എത്ര കിട്ടിയാലും എത്ര പണം കയ്യിൽ കിട്ടിയാലും തയ്യില്ല. പണമില്ല എന്ന് പറഞ്ഞ് ആരും വിശ്വസിക്കൂല. അവന്റെ സത്യാവസ്ഥ മോനും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. പിന്നെന്താ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് അന്തസ്സായി കഴിയണോന്നാട്ടാ. പൃഥ്വിത്തെ അമ്മയ്ക്ക് സ്വപ്നത്തിൽ സമാധാനം മോനെ കൊണ്ടില്ല. ഇത്ര എന്റെ കുട്ടിക്ക് ഒരു ജോലിയും പണിയും ആയി. എന്റെ കുട്ടി നല്ലൊരു ഗുണത്തിലെത്തി. എന്റെ കുട്ടീന്റെ ഗുണം കണ്ട് ഞാൻ മരിച്ചാൻ വേണ്ടിയതാണ്. അത്ര കാലം ഭാരപ്പോ ഉത്തരവാദിത്തങ്ങളും അമ്മയ്ക്ക് കേട്ടാ. അച്ഛന്റെ കുടുംബം കൊണ്ട് കേളിക്കുള്ളൂ സഹജത്തിൽ. അമ്മ കുടുംബം അന്ന് ഇന്ന് ഒരേ സമ. പെങ്ങന്മാരെ കൊണ്ട് അളിയന്മാര് ഏട്ടന് അന്യന്മാരെ കൊണ്ട് സഹായങ്ങളൊന്നുമില്ല. രക്ത ബന്ധങ്ങളെ കാര്യം കിട്ടും സ്നേഹബന്ധാട്ടാ. ആദ്യം കിട്ടും അന്യവരെ സഹായം, പിന്നെ കിട്ടും കുടുംബ സഹായം. കടൻ വെച്ച് കുട്ടിയെ ധനം കണ്ടിട്ടില്ല, ഇന്നും കടം ബാക്കിയ. വീട്ടിയാ വീടുന്ന കടയുള്ളൂ, വീട്ടിയാ വീടാത്ത കടയില്ല. ജീവിതമൊക്കെ തിരിമറിയാട്ടാ. പണത്തിന്റെ തിരിമറിയൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും പണം കൊണ്ട് ചില തിരിമറികളൊക്കെ ഇനിയും നടത്താനുണ്ട് കേട്ടാ. ജോലിയൊക്കെ കിട്ടി നല്ല സ്ഥാനത്ത് എത്തും. മോനിപ്പോ ചില കാര്യത്തിലൊക്കെ ശ്രമിക്കുന്നുണ്ട്, അതൊക്കെ വിജയിക്കും. ഇപ്പൊ ഒരാഴ്ച കത്തിന് മറുപടി ഇരിക്കുമ്പോൾ ഒരു ചോദ്യം ഉത്തരത്തിന് കാത്തിരിക്കുമ്പോഴാ ആ ഉത്തരമൊക്കെ അടുത്ത് കിട്ടി മനസ്സ് സന്തോഷിട്ടാ. 90 ദിവസത്തിന്റെ ഉള്ളിലായിട്ട് അവന് പുതിയൊരു മാറ്റമുണ്ട്. ജോലി, വിവാഹം, സന്താനം, എല്ലാ സൗഭാഗ്യങ്ങളും. സന്താനം ഒറ്റ വിവാഹത്തിന് രേഖയുള്ളൂ. സന്താന രേഖകളൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ 2 മക്കൾ സ്ഥാനം കേട്ടാ. സ്ത്രീയല്ല പുരുഷനാ. മോനെക്കാരും ബുദ്ധിയും വിവരം വിദ്യാഭ്യാസമൊക്കെ മോന് പെൺകുട്ടി വേണം. മോന് പെണ്ണിന് വരെ ജോലി വേണമെന്നാ. ജോലിയൊക്കെ കിട്ടി സ്ഥലമാറ്റം വീടുമാറ്റം ഒക്കെ ഉണ്ട് കേട്ടാ. ഒന്നിനും കൂടുതൽ നാട്ടിൻ വീടൊക്കെ വിട്ട് ഒരു ഗവൺമെന്റ് ഉത്തരവാദിത്തത്തിലെ ജോലിയൊക്കെ കിട്ടി നല്ല സ്ഥാനത്ത് എത്തും. ശ്രമിക്കുന്നുണ്ട്. ശ്രമിച്ചതിന് ഒരു കാര്യം ഉണ്ടായാൽ മതിയുള്ള പ്രാർത്ഥന എപ്പോഴും ഉള്ളൂ കേട്ടാ. അതൊക്കെ ദൈവം സാധിച്ചു തരും. പുണ്യസ്ഥലങ്ങൾ പോകാനുണ്ട്. തിരുവായൂർ മുത്തപ്പൻകാവിൽ പോയി, അതുകൊണ്ടായില്ലെങ്കിൽ പോകാൻ കേട്ടാ. അച്ഛന് കുടുംബത്തിലോ അമ്മ കുടുംബത്തിലോ ഒരു മരണ ദുഃഖങ്ങളൊക്കെ കഴിഞ്ഞു. മരിച്ചു പോയവര് ദൈവങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ട്. അവര് മറക്കാതെ കൊണ്ടെത്തിക്കണം. കാലത്തേക്ക് അപകടം മൂന്ന് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളത്തുനിന്ന് ഉയരത്തുനിന്ന് വാഹനത്തുനിന്ന് വലിയൊരു അപകടം നിസ്സാരായി കഴിഞ്ഞു കേട്ടാ. അവിടെ എല്ലാം ദൈവം കാത്തുക. ഇനിയൊരു കുഴപ്പങ്ങൾ കൂടാണ്ട് നന്നാനുള്ള വിധിയുണ്ട് മോനെ. എല്ലാ മനപ്രാസങ്ങളും തീർന്ന് മനസ്സ് സന്തോഷവും സമാധാനം ഒരു സ്വസ്ഥതയും ഒരു ഗുണങ്ങളും അനുഭവപ്പെടാൻ വിധിയുണ്ട്. കൈന്നറിയ പൈസയും ഒഹന്ന പൊന്തിരി എവിടെ പോയാലും ആര് ഒഴിക്കാലും ദേവൻ മരിക്കുന്നവരെ എന്റെ മോനെ കുഴക്കാണ്ട് ആരോഗ്യത്തിനും ആയുസിനും കുഴപ്പങ്ങൾ വരാണ്ട് മോന്റെ ജോലി കൊണ്ടൊക്കെ നന്നായി ധാരാളം പണങ്ങളൊക്കെ കയ്യിൽ വന്ന് കടങ്ങളൊക്കെ വീടി ഒരു മനസ്സ് സമാധാനം ആയി വരേണ്ട ഒരു ലക്ഷണം മോന്റെ രേഖയിലെന്ന് യാതൊരു കുഴപ്പമില്ല, ദോഷങ്ങളില്ല, ഗുണങ്ങളും നന്നാകാൻ പോകുന്നുണ്ട്. 90 വയസ്സ്